വിശദമായ വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി തുടരുകയാണ്. ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിലാണ് മിസൈലുകൾ പതിച്ചതായും അതുപോലെ തന്നെ അപായ സൈറണുകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ പോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണം. അബുദാബിയിലും സ്ഫോടനമുണ്ടായിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ലോറൻസ് ചേരുന്നുണ്ട്. ലോറൻസ്, ആക്രമണം കടുക്കുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? കാർത്തിക, ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ സംയുക്ത ആക്രമണം തുടങ്ങിയിട്ട് ഏതാണ്ട് 5 മണിക്കൂർ പിന്നിട്ട് ഇരുപക്ഷവും ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തെക്കൻ ഇറാഖിലെ ഒരു സ്കൂളിൽ, ഒരു പെൺകുട്ടികളുടെ സ്കൂളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 25 പെൺകുട്ടികൾ, അതായത് 24 പെൺകുട്ടികൾ മരിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ, ആക്രമണം നടന്ന സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണം മിസൈൽ ആക്രമണമാണ് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24 പിഞ്ചു കുഞ്ഞുങ്ങൾ, അതായത് പ്രൈമറി സ്കൂളാണ്, 24 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു എന്നാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത്. അത് ഇറാൻ വാർത്താ ഏജൻസിയായ ഇർനയും അതുപോലെ തന്നെ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 60ഓളം കുഞ്ഞുങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. സാധാരണ യുദ്ധങ്ങളിലൊന്നും തന്നെ സ്കൂളുകളും ആശുപത്രികളും ഒന്നും തന്നെ ആക്രമിക്കാറില്ല. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ അമേരിക്കയും ഇറാനും ഇസ്രായേലും നടന്ന സംയുക്ത ആക്രമണം മിസൈൽ ആക്രമണമാണ്. അത് ക്രൂയിസ് മിസൈലാണ് അയച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വിമാനങ്ങളിൽ നിന്ന് അയച്ചിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ഇവിടെ പതിച്ചുള്ളത്. അത് AI നിയന്ത്രിത മിസൈലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം AI നിയന്ത്രിത മിസൈൽ ആയതുകൊണ്ട് അത് ആ കൃത്യമായ ഡയറക്ഷൻ ലക്ഷ്യത്തിൽ തന്നെയാണ് അത് പതിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് AI നിയന്ത്രിത ആക്രമണം, AI നിയന്ത്രിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു മിസൈൽ ആക്രമണമാണ് നടന്നത്. വളരെ ദാരുണമായ സംഭവമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വലിയ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണിക്കേണ്ടത്. ഇതിനെ ഏതാണ്ട് ലോകരാജ്യങ്ങൾ ആരും തന്നെ ഇതിനെ അപലപിച്ച് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. വളരെ ദാരുണമായ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചർച്ച വേണം എന്നുള്ള രീതിയിലേക്കുള്ള ആവശ്യങ്ങളും ഇപ്പോൾ വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഇത് മറ്റൊരു വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, ഇസ്രായേലിനെതിരെ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 35 ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ രാവിലെ ഇന്ന് ഇറാൻ ഏതാണ്ട് ഒരു 3 മണി 2:30-3 മണിയോടുകൂടിയാണ് പ്രത്യാക്രമണം തുടങ്ങി. 35 ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തതായും ഏറെക്കുറെ ഇതെല്ലാം തന്നെ നിർവീര്യമാക്കിയതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടെയും ചില തകർച്ചകളും കാഷ്വാലിറ്റീസും എല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ടെൽ അവീവ് അടക്കം, തലസ്ഥാനമായ ടെൽ അവീവിലടക്കം മറ്റ് നഗരങ്ങളിലും അടക്കം ബഹുനില കെട്ടിടങ്ങളിലടക്കം മിസൈലുകൾ പതിച്ചതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. രാവിലെ 12 മണിയോടുകൂടി തുടങ്ങിയ ആക്രമണത്തിൽ ഏതാണ്ട് 27 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇറാനിലെ ടെഹ്റാനിലെ പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ്, അതായത് ടെഹ്റാനിലെ വടക്കൻ ഭാഗത്തും പടിഞ്ഞാറൻ ഭാഗത്തുമാണ് ആക്രമണം ഉണ്ടായത്. ഇതിൻ്റെ ആദ്യമായി ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാൻ പരമോന്നത നേതാവായ ഖമനേയിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ഔദ്യോഗിക വസതി തകർത്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പുറത്തുവിടുന്ന വിവരം. ഖമനേയിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ട് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത്, ടെഹ്റാൻ വിടാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനാണ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കൂടുതൽ ആക്രമണങ്ങൾ ഇന്ന് ടെഹ്റാൻ നഗരത്തിൽ പ്രതീക്ഷിക്കുന്നു. ടെഹ്റാനിലും പ്രാന്തപ്രദേശങ്ങളിലും എല്ലാം കൂടുതൽ ആക്രമണങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഇറാൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നു എന്നുകൊണ്ടാണ് വളരെ അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയായ ടെഹ്റാനിൽ നിന്നും, അത് ഇറാൻ്റെ തലസ്ഥാന നഗരമാണ്, ഇവിടുന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെക്കൻ ഇറാനിലാണ് സ്കൂളിന് നേരെ ആക്രമണം നടന്നത്. അതോടൊപ്പം തന്നെ ഖമനേയിയുടെ വസതി
ഇനിയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. പല നഗരങ്ങളിലും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആക്രമണം തുടരുകയാണ്. പല നഗരങ്ങളിലും മിസൈൽ പതിച്ചതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതാണ്ട് ഒരു 3 മണിയോടുകൂടിയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ആക്രമണം തുടങ്ങിയത്. ഇറാൻ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഉടനീളം ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ബഹ്റിൻ, അതുപോലെ തന്നെ അമേരിക്കയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക വിമാനത്താവളമാണ് ബഹ്റിനിലെ മനാമയിലുള്ളത്. ആ നാവിക കേന്ദ്രത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ റിയാദ് നഗരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ UAE-യിലെ ഒന്നിലധികം നഗരങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതുപോലെ ഖത്തറിൽ നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ജോർദാനിലെ ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ 7ഓളം രാജ്യങ്ങളിലെ അമേരിക്കയുടെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. തിരിച്ചടിച്ചും ഇരു വിഭാഗവും മുന്നേറുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി, വളരെ വലിയ ദുരന്തം വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. 24 പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു. അവിടെ ഇനി മരണസംഖ്യ ഉയരാമെന്നാണ് വാർത്താ ഏജൻസികൾ അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിവരം, ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇറാൻ അനുകൂലമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. കാരണം പശ്ചിമേഷ്യയിൽ ഇറാനും അതുപോലെ തന്നെ ഇറാഖും ഇറാനും അതുപോലെ തന്നെ കുവൈറ്റ്, അതുപോലെ ഖത്തർ, ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും വ്യോമപാത അടച്ചിട്ടുണ്ട്. ജോർദാൻ അവരുടെ വ്യോമപാത ഇതുവരെ അടച്ചതായിട്ട് പറയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പുറത്തു വരുന്ന മറ്റൊരു വിവരം, ഇറാഖിലുള്ള ഇറാൻ അനുകൂല സായുധ സേനയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന 27 പേരിൽ 24 പെൺകുട്ടികളും 2 സായുധ ഗ്രൂപ്പിലെ 2 അംഗങ്ങളും. അതോടൊപ്പം തന്നെ UAE-യിൽ നടത്തിയ ആക്രമണത്തിൽ, അതായത് അബുദാബിയിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 27 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ടെൽ അവീവ് ഉൾപ്പെടെ അടക്കം ഇസ്രായേലിലെ നഗരങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമ്മൾക്ക് പങ്കുവയ്ക്കാറുള്ളത് 36 കുട്ടികൾ, അതായത് തെക്കൻ ഇറാനിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ നടന്ന ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ മരിച്ചിട്ടുള്ളത് 36 കുട്ടികളാണ്. ഇവിടെ ഒന്നിലധികം മിസൈലുകൾ പതിച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. ഇവിടെ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 36 കുട്ടികൾ ഇതുവരെ മരിച്ചു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളും അതുപോലെ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. 36 കുട്ടികൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും 60ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് ആദ്യം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മരണസംഖ്യ 24 അതിപ്പോൾ 36 മാറിയിരിക്കുന്നു. ഇനിയും കുട്ടികൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണുള്ളത് നമ്മൾ കാണുന്നത്. ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നാട്ടുകാരെല്ലാവരും തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ വളരെ ആശങ്കയോടെയാണ് അവർ പരിഭ്രാന്തരായി നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉയരുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെയധികം ദാരുണമായ ഒരു സംഭവമായിട്ടാണ് ഇതിന്. കാരണം യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇസ്രായേലും അമേരിക്കയും യാതൊരു മനുഷ്യത്വവുമില്ലാതെ മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി. ഇസ്രായേലും അമേരിക്കയും നടത്തുന്നു എന്നുള്ളതാണ് ഇത് ലോകം കണ്ണു തുറന്ന് കാണേണ്ട ഒരു വിഷയമാണ്. കാരണം യുദ്ധത്തിൽ സ്കൂളുകളും ആശുപത്രികളും സ്ത്രീകളും കുട്ടികളും ഒക്കെ താമസിക്കുന്ന ഇടങ്ങളും അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളും ഇതൊന്നും തന്നെ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് UN ചട്ടങ്ങളുണ്ട്. എല്ലാം ലംഘനമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നടത്തിയിരിക്കുന്നതെന്നാണ് ഈ ദൃശ്യങ്ങൾ ലോകത്തോട് വിളിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു വലിയൊരു കൂട്ടക്കുരുതിയായിട്ട് തന്നെ വേണം ഇതിനെ കരുതാൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമുക്ക് ഈ പ്രേക്ഷകരോടും അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് നമുക്ക് അറിയിക്കാനുള്ളത്. യുദ്ധത്തിൻ്റെ ഏറ്റവും ദുരന്ത മുഖങ്ങളിൽ ഒന്നായിട്ട് വേണം ഇതിനെ കാണാൻ. കാർത്തിക, അതുതന്നെയാണ് നമ്മൾ ഈ ഒരു ഇറാന് നേരെ നടത്തിയ ഒരു ആക്രമണത്തിൽ സ്കൂളിലെ 4 കുട്ടികൾ ആദ്യം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത നമ്മൾ നൽകുന്നു. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം പിന്നിടുമ്പോൾ ആ ഒരു മരണസംഖ്യ 36 ഉയരുന്നു എന്നത് ഏറെ ആശങ്ക നൽകുന്ന കാര്യം തന്നെയാണ്. ലോറൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദാരുണമായ ഒരു സംഭവം തന്നെ. ഒരു സ്കൂള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മിസൈലുകൾ വന്ന് പതിക്കുന്നു. അതിൽ ഒന്നും അറിയാത്ത 36ഓളം കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് അത്യധികം വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യ ദിവസം തന്നെ ഇത്രയധികം വലിയൊരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ അല്ലെങ്കിൽ ഇത്രയധികം കുഞ്ഞുകുട്ടികൾ മരിച്ചു വീഴുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ
നിരവധി കുട്ടികൾക്ക് തന്നെ പരിക്കേറ്റ ചികിത്സയിൽ അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്ക കൂടി ഈ ഒരു നിമിഷം നിഴലിക്കുകയാണ്. ഈ 36 എന്ന രീതിയിലേക്ക് മരണസംഖ്യ ഉയരുന്നത്, അതും കുഞ്ഞു കുട്ടികൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ എത്രത്തോളമാണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ സ്കൂളുകൾ അപ്പാടെ മിസൈൽ വന്ന് വർഷിച്ച അല്ലെങ്കിൽ തകർന്നു പോയൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ ഒരു അപകടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 36 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് ഈ നിമിഷം പുറത്തു വരുന്നത്. 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു കാര്യമായിരുന്നു ആദ്യം വന്നിരുന്നത്. അതിൽ 4 കുട്ടികൾ മരിച്ചു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു. ആദ്യം അത് 24 ഉയരുന്നു, പിന്നീട് അത് ശരവേഗത്തിൽ തന്നെ 36 മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇസ്രയേലിന് മേൽ ഇറാനു മേൽ ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണം, അതും ഒരു സ്കൂളിന് നേരെ, തെക്കൻ ഇറാനിലെ ഒരു സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇപ്പോൾ 36 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. നിരവധി പേർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്ക കൂടി ഈ നിമിഷം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം ആദ്യ ദിവസത്തിൽ ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നിരവധി മരണങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിന്നായി ഉണ്ടാകുന്നത്. ഗൾഫ് മേഖലയിലടക്കം അബുദാബിയിൽ ഒരാൾ മരിച്ചിരുന്നു ഇതെന്ന് നമ്മൾ നേരത്തെ നൽകിയ ഒരു വാർത്ത തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ കാത്തിരുന്നതാണ്. എത്രത്തോളമാണ് ഇതിന്റെ വ്യാപ്തി എന്നത് അറിയില്ല. ഈ ഒരു ആക്രമണ തിരിച്ചടി പരസ്പരം നടത്തുമ്പോൾ എത്രത്തോളം ആളപായം അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടായി എന്നതിൽ ഒരു വ്യക്തമായ ഒരു കണക്കുകൾ പുറത്ത് വന്നില്ല. എന്നാൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഓരോ ഭാഗത്തു നിന്നായി ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് ഇറാനിലെ സ്കൂളുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 36 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നത് തന്നെയാണ്. ഒന്നും അറിയാതെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തങ്ങളുടെ മേളിലേക്ക് വന്ന് വീണ മിസൈലുകൾ, എന്തിനാണ് ഇത്തരത്തിലൊരു മിസൈൽ വിക്ഷേപണം ഉണ്ടായതെന്ന് പോലും അറിയാത്ത 36 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്നൊരു വ്യക്തമായ കണക്ക് ഈ നിമിഷം പോലും നമുക്ക് പുറത്തുവിടാൻ സാധിക്കുന്നില്ല. അത്യധികം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത്. എന്തായാലും 36 വിദ്യാർത്ഥികളാണ് ഇറാനിലെ സ്കൂളിൽ, അതിൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ 36 പെൺകുട്ടികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ നിരവധി പേരുടെ നില ഗുരുതരമാകുന്ന ഒരു സാഹചര്യം. ഇനിയും ചിലപ്പോൾ മരണസംഖ്യ ഉയരാം. ഇറാന് മേലേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. തെക്കൻ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇത്തരത്തിൽ ഇറാനിലെ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്ന 36 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് യുദ്ധമേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും നിരവധി പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും ഈ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 43 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 40 കുട്ടികൾ കൂടി മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. എന്തായാലും 36 എന്ന മരണസംഖ്യയിൽ നിന്നും അത് 40ലേക്ക് ഉയരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ഇസ്രയേൽ ഇറാനിലെ ഒരു സ്കൂളിന് മേൽ നടത്തിയ ആക്രമണത്തിൽ 40 പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് പങ്കുവെക്കേണ്ടതുണ്ട്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ, രൂക്ഷമായ ഒരു ആക്രമണത്തിൽ ഇറാനിലെ 40 സ്കൂളിൽ പഠിച്ച ഒന്നും അറിയാത്ത 40 പെൺകുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. ആദ്യം 4 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് നമ്മൾക്ക് ലഭിച്ചിരുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നീട് അത് 24 ആകുന്നു, അതിൽ നിന്നും അത് 36 ആകുന്നു. എത്രയും വേഗം പെട്ടെന്ന് തന്നെ അതൊരു 40 എന്നൊരു സംഖ്യയിലേക്ക് എത്തുകയാണ്. എന്തായാലും നിരവധി കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ ഒരു ആക്രമണത്തിലാണ് എന്തായാലും ഇപ്പോൾ 40 പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്.
എന്തായാലും തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലുള്ള മിനാത്ത് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെയായിരുന്നു ഇത്തരത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഒരു ഷെല്ലാക്രമണം തന്നെയായിരുന്നു നടന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ സ്കൂളിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പകുതിയോളം ആ കെട്ടിടം തകർന്ന നിലയിൽ തന്നെയാണ്. ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന 40 വിദ്യാർത്ഥികളുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. അതിനാൽ തന്നെ ഈ 40-ൽ നിന്ന് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യം ഉണ്ട്. എന്തായാലും അത്യധികം വേദനാജനകപരമായ ഒരു കാര്യം തന്നെ പങ്കുവയ്ക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഇറാനിൽ മാത്രം 40 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 40 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതും ഒന്നും അറിയാത്ത പെൺകുട്ടികളായ വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നതാണ് ഏറെ വേദനാജനകരമായ കാര്യം. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 36-ൽ നിന്നും 40-ആയി മരണസംഖ്യ ഉയരുകയാണ്. 40 വിദ്യാർത്ഥിനികളുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും സാഹചര്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ മരണസംഖ്യകൾ ഉയരുന്ന സാഹചര്യം ഈ ഒരു പശ്ചിമേഷ്യയിലടക്കം ഉണ്ടായ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇതുവരെ 43 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നു. അതിൽ 40 പേർ തെക്കൻ ഇറാനിലെ ഒരു വിദ്യാലയത്തിലെ 40 വിദ്യാർത്ഥികളാണ്. കൂടാതെ അബുദാബിയിലടക്കം ഒരു മരണം, ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മരണം എന്തായാലും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അബുദാബിയിലടക്കം ഇതുവരെ 43 മരണമാണ് ഇതുവരെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. ഈ ഒരു നിമിഷം തന്നെ ഇസ്രായേലും ഇറാനും പരസ്പരം പ്രത്യാക്രമണ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സമാധാന ശ്രമങ്ങൾ നടത്തണമെന്നുള്ള ലോകരാജ്യങ്ങളടക്കം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇറാന് മേലുള്ള US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്ന് റഷ്യ അടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യം രാഷ്ട്രീയവും നയതന്ത്രവുമായ പരിഹാരത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മേഖലയുടെ സുസ്ഥിരതയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നടപടികൾ രാജ്യാന്തര സമൂഹം തന്നെ നിഷ്പക്ഷമായി വിലയിരുത്തപ്പെടുന്നതാണ്. അതിനാൽ തന്നെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കണമെന്ന കാര്യങ്ങൾ തന്നെയാണ് റഷ്യ അടക്കം ഈ ഒരു സമയത്ത് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ബഹറിൽ നിന്നും വിവിധ വിശ്വംഭരൻ എന്നൊരു മാധ്യമ പ്രവർത്തക കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അത്യധികം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് ഇപ്പോൾ ബഹറിൽ നടക്കുന്ന നിലവിലെ സാഹചര്യം? അവിടെ എങ്ങനെയാണ്? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയും. ഇപ്പോഴും നമ്മളെല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് ആശങ്കാജനകമായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. ഇപ്പൊ ഞാൻ ഇപ്പൊ താമസിക്കുന്നത് റിഫ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ ഇവിടെയും നമുക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള സ്ഫോടനത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളാണ് ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നത്. ഏകദേശം രാവിലെ ഒരു 11:31 ആയപ്പോൾ നമുക്ക് MOയിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അലർട്ടായിട്ടാണ് നമ്മുടെ ഫോണുകളിൽ എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതമായ സ്ഥലത്തോട്ട് മാറണമെന്നും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്നും ഒരു മെസ്സേജ് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ബ്ലാസ്റ്റിങ്ങിന്റെ സൗണ്ട് ഭീകരമായിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഭീകരമായിട്ടുള്ള സൗണ്ട് മൊത്തം കേൾക്കുകയായിരുന്നു. ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയല്ലേ നിങ്ങൾ തുടരുന്നത്? അതെ, സുരക്ഷിതമായ സ്ഥലത്താണ് നമ്മളിപ്പോ എല്ലാവരും കൂടെ, മലയാളീസ് എല്ലാവരും കൂടെ ഒരു സുരക്ഷിതമായ സ്ഥലത്താണ് നമ്മളിപ്പോ തുടരുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങളടക്കം ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത്? അതെ, കറക്റ്റായിട്ട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അലർട്ടുകളും മെസ്സേജസും കറക്റ്റായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ അന്തരീക്ഷങ്ങളെല്ലാം അണ്ടർ കൺട്രോൾ ആണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സ്ഫോടനത്തിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബഹ്റിൻ ഭരണകൂടം അടക്കം അറിയിക്കുന്നതല്ലേ ഇപ്പോ? അതെ, ഭരണകൂടം നമുക്ക് മെസ്സേജിൽ ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് മുമ്പ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, സാഹചര്യങ്ങളെല്ലാം അണ്ടർ കൺട്രോൾ ആണെന്ന രീതിയിൽ അവർ നമുക്ക് മെസ്സേജസ് അലർട്ടായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ actually പറ്റാത്തൊരു പറയുവാണെങ്കിൽ സാഹചര്യമാണോ നമ്മുടെ അവിടെ ജുഫേറില് നിലവിലുള്ളത്? ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ബഹ്റിനിൽ നമ്മുടെ ക്യാപിറ്റലായ മനാമ ജുഫേർ എന്ന സ്ഥലത്താണ് ആക്ച്വലി ഈ സ്ഫോടനങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ ഒരു അമേരിക്കയുടെ സൈനിക താവളം തന്നെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ആ ഭാഗത്തോടാണ് മെയിനായിട്ട് ഈ ഡ്രോൺ വന്ന് പതിക്കുന്നത്. ഒരു 5-6 സ്ഫോടനങ്ങൾ അടുപ്പിച്ച് ഒരു 10 മിനിറ്റ് ഇടവിട്ട രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവശ്യ സാധനങ്ങളുടെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇവിടെ പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ ഹോട്ടൽസ് എല്ലാതും ഒരു 5 PM വരെ ക്ലോസ്ഡ് ആണ്. എല്ലാവരും ഇപ്പൊ പുറത്താണ് നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ സേഫായി നിങ്ങൾ ഉള്ളിടത്ത് തന്നെ തുടരാന്നാണ് നമ്മളടുത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 1 hour അല്ലെങ്കിൽ 2 hour കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പിന്നെ പലരും ഓഫീസുകളിൽ തുടരുന്ന അവസ്ഥയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ GCC കൺട്രീസിൽ നമുക്ക് ഫ്രൈഡേ ആണ് ഓഫ്. ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഓഫീസിൽ വർക്കിംഗ് ആയിരുന്നു. എൻ്റെ മക്കൾ ആക്ച്വലി വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഓഫീസിലും മക്കൾ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മെസ്സേജസും, ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജസും ഭയങ്കര ഭീകരമായിട്ടുള്ള സൗണ്ടും എല്ലാം നമുക്ക് കാണാൻ പറ്റിയത്. ശരി, എന്തായാലും സുരക്ഷിതമായി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ തുടരുക, കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി അടക്കം ബന്ധപ്പെടാൻ നിങ്ങൾ ഇടയ്ക്ക് ശ്രമിക്കുക എന്ന കാര്യങ്ങളിൽ തന്നെയാണ് നമുക്കും പങ്കുവയ്ക്കാനുള്ളത്. സുരക്ഷിതമായി തുടരുക, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് അങ്ങോട്ടും പങ്കുവയ്ക്കേണ്ടുന്നത്. ആശങ്കപ്പെടാതെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഇരിക്കുക തന്നെ അറിയിക്കുകയാണ്. നന്ദി. വിവിധ വിശ്വംബരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ബഹ്റിൽ നിന്ന് ചേർന്നത്. അവരും അവരുടെ ആശങ്കകൾ തന്നെയാണ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും എല്ലാവരോടും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെ തുടരാനാണ് ബഹ്റിൻ ഭരണകൂടം അടക്കം അറിയിച്ചിരിക്കുന്നത് എന്നാണ് അവരും പറയുന്നത്. തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങളടക്കം കേൾക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബഹ്റിൽ നിന്ന് ഭവിതയും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ അണ്ടർ കൺട്രോളിലാണ് എന്ന് ബഹ്റിൻ ഭരണകൂടം അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും സ്ഫോടന പരമ്പരകൾ നടക്കുന്നു എന്നത് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാ മലയാളികളും, ഗൾഫ് മേഖലയിലുള്ള മലയാളികളും ആശങ്കപ്പെടാതെ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ തുടരുക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഈ ഒരു സാഹചര്യങ്ങൾ അധികവും പുറത്തേക്ക് ഇറങ്ങാതെ സുരക്ഷിതമായി ജനലുകളെല്ലാം അടച്ച് ഉള്ളിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. കുട്ടികളെ അടക്കം പുറത്തേക്ക് ഇറക്കരുത് എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ ഈ ഒരു സമയത്ത് കഴിയുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും യുദ്ധം അധികം കാലം നീണ്ടുപോകാതെ ഉടൻ തന്നെ ഒരു സമാധാന പാതയിലേക്ക് എത്തണം തന്നെയാണ് നമ്മൾ ഇവരും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് പറയാനുള്ളതും. എന്തായാലും ആക്രമണങ്ങൾ അല്ലെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധ സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. വിറങ്ങലിച്ചിരിക്കുകയാണ് ഗൾഫ് മേഖല അടക്കം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും നമ്മളോട് ബഹ്റിൽ നിന്നടക്കം ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ആശങ്കകൾ എന്തായാലും പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ബഹ്റിലടക്കം ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ കാലമാണ്. ആ ഒരു സമയത്തടക്കം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. നിരവധി മലയാളികളാണ് പല സ്ഥലങ്ങളിലുമായി ജോലി ചെയ്യുന്നത്. ഇന്ത്യക്കാരുണ്ട്, മറ്റാളുകളുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ എംബസിയും അതുപോലെ തന്നെ നോർക്ക അടക്കം ആവശ്യ സേവനങ്ങൾക്കായി ഏത് സമയവും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ആശ്രയിക്കാം എന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന